ഈയിടെയായിട്ട് എൻ്റെ ഫീൽഡിൽ വന്ന ഒരു ഐറ്റം ആയിരുന്നു ഇത്, സോൾട്ട് കൊണ്ടുള്ള നെയിൽ ആർട്ട്. ഇപ്പോൾ വെച്ചിട്ട് നെയിൽ ആർട്ടോ, അങ്ങനെയായിരുന്നു ഫസ്റ്റ് എൻ്റെ തൊട്ട് പോയത്. പക്ഷേ എനിക്കെന്തോ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. അങ്ങനെ ഞാൻ യൂട്യൂബിൽ സോൾട്ട് നെയിൽ ആർട്ട് എന്ന് സെർച്ച് ചെയ്തു. നോക്കുമ്പോൾ ഒരുപാട് വീഡിയോസ് കണ്ടു. അപ്പോൾ ഉപ്പല്ലേ, നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാകുന്ന ഒരു ഐറ്റം അല്ലേ, അപ്പോൾ എന്നാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കണ്ട വീഡിയോ ഒക്കെ സിമ്പിളായിട്ട് പെട്ടെന്ന് കഴിയുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് അതിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നത്. എത്രത്തോളം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, അത്രേ തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതെന്തായാലും ഇങ്ങനെ ചെയ്തെടുത്തെന്നുള്ള വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഞാൻ ഇതെങ്ങനെ ചെയ്തെടുത്തെന്ന് കാണാം. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഓൾറെഡി ഞാനൊരു നെയിൽ പോളിഷ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ഈ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ നെയിൽ പോളിഷ് റിമൂവർ എടുത്തിട്ട് കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ആ നെയിൽ പോളിഷ് നല്ല രീതിയിൽ റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു റെഡ് കളർ ആയതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു സ്റ്റെയിന് നെയിൽസിലുണ്ടാവും. പക്ഷേ കുഴപ്പമില്ല, ഇതിൻ്റെ മേലെ അടുത്ത് നമ്മൾ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുമ്പോൾ അതങ്ങ് പോയിക്കോളും. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഈ റിമൂവർ വെച്ചിട്ട് ബാക്കി വിരലിലുള്ള ആ നെയിൽ പോളിഷ് കൂടി നല്ല രീതിക്കൊന്ന് റിമൂവ് ചെയ്ത് നെയിൽസ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. മാക്സിമം ആ സ്റ്റെയിൻ ഇല്ലാതെ രീതിയിൽ വേണം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ കയ്യിൽ മൈക്കില്ല, ബാക്ക്ഗ്രൗണ്ടിൽ അതുകൊണ്ട് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് എല്ലാ നെയിൽസും നല്ല രീതിക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ജെൽ നെയിൽ പോളിഷോ, ഇതെന്താ പേര് പറയാൻ എനിക്കറിയില്ല, ഈ ഒരു ട്രാൻസ്പെറൻറ്റ് കളറിൽ വരുന്ന ഈ ഒരു ഐറ്റം എടുക്കുക. എന്നിട്ട് അതൊരു ഫസ്റ്റ് കോട്ടായിട്ട് നമ്മുടെ നെയിൽസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതൊരു 1-2 കോട്ട് വരെ നമുക്കുള്ള അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നെയിൽസിൽ നല്ലൊരു ഗ്ലേസിങ് പോലത്തെ ഫീൽ ഉണ്ടാവും. ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള നെയിൽസിലും കൂടെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ടത് കുറച്ച് നേരം ഒരു 1-2 മിനിറ്റ് ഇത് നല്ല രീതിക്കൊന്ന് ഡ്രൈ ആക്കാൻ വേണ്ടി വെക്കണം. എന്നിട്ടാണ് ഇതിൻ്റെ മേലെ രണ്ടാമത്തെ ലെയറായിട്ട് നമ്മൾ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല രീതിക്കൊന്ന് എന്താണെന്ന് വെച്ചാൽ ഡ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് സമയം വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് അത്ര ഞാൻ വെച്ചിട്ടുള്ളൂ. നല്ല രീതിക്ക് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ നമുക്ക് നമ്മുടെ കയ്യിലുള്ളൊരു നെയിൽ പോളിഷ്, അത് നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം ആ ഒരു കളർ നെയിൽ പോളിഷ് എടുത്തിട്ട് ഇതിൻ്റെ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത ആ ഒരു ജെൽ നെയിൽ പോളിഷിൻ്റെ മേലെയായിട്ട് നമ്മുടെ ഈ ഒരു നെയിൽ പോളിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാ കോർണറും എല്ലാം നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് ഈ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സോൾട്ട് ഞാൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമുക്ക് നെയിൽസിൻ്റെ മേലെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഉപ്പ് അധികം എടുത്തിട്ട് അതിൻ്റെ നെയിൽസിന് മേലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് നമ്മുടെ ഫിംഗർ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഉപ്പ് നെയിൽ പോളിഷിൽ നല്ല രീതിയിലൊന്ന് സ്റ്റിക്കായിട്ട് അവിടെ നിന്നോളും. പിന്നെ അധികം ഓവർ പ്രസ് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള നെയിൽസും കൂടെ ഇതുപോലെ ഒന്ന് നെയിൽ പോളിഷ് ആദ്യം അപ്ലൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ എല്ലാ നെയിൽസിലും നെയിൽ പോളിഷ് ഇട്ടിട്ട് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള ഈ 4 നെയിൽസിലും കൂടെ ആ ഒരു സോൾട്ട് ഇട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് സിമ്പിളാണ്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആ ഫസ്റ്റ് കോട്ട് ജെൽ നെയിൽ പോളിഷ് ഇട്ടിട്ട് ഡ്രൈ ആക്കാൻ വെച്ച പോലെ ഈ ഒരു നെയിൽ പോളിഷ് ഇട്ടിട്ട് ഡ്രൈ ആക്കാൻ വെക്കാൻ പാടില്ല. ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സോൾട്ട് ആ നെയിൽ പോളിഷിൽ സ്റ്റിക്കായി നിൽക്കില്ല. അപ്പോൾ നമ്മൾ നെയിൽ പോളിഷ് ഇട്ട് ആ ഒരു ഉടനെ തന്നെ വേണം സോൾട്ട് നെയിൽ പോളിഷിലേക്ക് ഇട്ടിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ അത് നല്ല രീതിക്ക് അവിടെ നിൽക്കുള്ളൂ. അപ്പോൾ ഈ നമുക്ക് ഇതുപോലൊരു ബ്രഷ് എടുത്തിട്ട് ഈ നമ്മളെ നെയിൽസിൽ സ്റ്റിക്ക് ആവാണ്ട് കിടക്കുന്ന കുറച്ച് സോൾട്ട് ഉണ്ടാവും, അതൊന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് കൊണ്ട് നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് മാറ്റിക്കളയാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ള ഈ ഒരു ലുക്ക്. ഈ ലുക്ക് കണ്ടിട്ട് കുഴപ്പമില്ല, എവിടെയൊക്കെ എനിക്കിഷ്ടമായിനി. അപ്പോൾ ഇതിന് നമ്മൾ ഫൈനൽ സ്റ്റെപ്പാണ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് കോട്ടായിട്ട് യൂസ് ചെയ്ത ആ ഒരു ജെൽ നെയിൽ പോളിഷ് ഉണ്ടല്ലോ, അത് ഈ ഒരു ഉപ്പിൻ്റെ മേലെ പിന്നെയും ഒരു കോട്ട് കൂടെ അടിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചൊരു ഗ്ലേസിങ്, ഫസ്റ്റ് പറഞ്ഞ പോലെ കുറച്ചുകൂടി നമുക്കൊരു ഗ്ലേസിങ്ങും കിട്ടും. പിന്നെ സോൾട്ട് കുറച്ചും കൂടെ പോകാതെ അവിടെ നല്ല സെക്യൂരിറ്റി നിന്നോളും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.